സംഘടിത സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ദീർഘകാല സമ്പാദ്യ പദ്ധതിയായ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പെൻഷൻ സ്കീം എന്നിവയിൽ അംഗങ്ങളാകുന്നതിനുള്ള അടിസ്ഥാന ശമ്പള പരിധി ഉയർത്താൻ കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുപ്രകാരം നിലവിലുള്ള 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായാണ് പ്രതിമാസ ശമ്പള പരിധി ഉയർത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2014 ശേഷം ഇതാദ്യമായാണ് EPF പദ്ധതികളുടെ അടിസ്ഥാന ശമ്പള പരിധിയിൽ കാലാനുസൃതമായ പരിഷ്കരണം കേന്ദ്ര സർക്കാർ വരുത്തുന്നത്. ശമ്പള പരിധി 25,000 രൂപയായി ഉയർത്തുന്നതോടെ കൂടുതൽ ജീവനക്കാർക്ക് EPF, EPS പദ്ധതികളുടെ പരിധിയിൽ വരാനും ഉയർന്ന തോതിലുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും സാധിക്കും. നേരത്തെ നിർബന്ധിത EPF ആനുകൂല്യങ്ങൾക്കുള്ള അടിസ്ഥാന ശമ്പള പരിധി 30,000 രൂപയായി ഉയർത്താൻ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ധനമന്ത്രാലയം 25,000 രൂപ എന്ന നിലവാരത്തിൽ ഉറച്ചു നിൽക്കുകയാണുണ്ടായത്. ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം ലഭിക്കുന്നതോടെ ഇത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഇതോടെ അടിസ്ഥാന ശമ്പളമായി പ്രതിമാസം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ വാങ്ങുന്ന സ്വകാര്യ മേഖലയിൽ നിന്നുള്ള എല്ലാ ജീവനക്കാരും ഇനി EPF പെൻഷൻ പദ്ധതികളുടെ പരിധിയിൽ വരും. ഇത് ജീവനക്കാരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുമെങ്കിലും തൊഴിലുടമകളുടെ പെൻഷൻ വിഹിതവും പേറോൾ മാനേജ്മെന്റ് ചെലവുകളും വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. 20 അല്ലെങ്കിൽ അതിലും കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് നിർബന്ധിത EPF ബാധകമാവുക. നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 8.33% തൊഴിലുടമകൾ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ആകട്ടെ 1.16% വിഹിതമാണ് നൽകുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ EPS പദ്ധതിക്കായി 11,144 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. ശമ്പള പരിധി ഉയരുന്നതോടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയിലും വർധനമുണ്ടാകും. അതേസമയം മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചാലും ഇത് ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കമ്പനികൾക്ക് അവരുടെ പേറോൾ സംവിധാനങ്ങളിലും പ്രവർത്തന രീതികളിലും മാറ്റങ്ങൾ വരുത്താനും മതിയായ സാവകാശം ആവശ്യമാണ്. അതിനാൽ 2027 ഏപ്രിൽ 1 മുതൽ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.